ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിലേക്ക് ഇനി അടുത്തതായി വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇവിടെ നമ്മൾ 4 കാർഡ്സ് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3 ആൻഡ് കാർഡ് നമ്പർ 4. അപ്പോൾ ഈ 4 കാർഡുകളിൽ നിന്ന് ഒരു കാർഡ് നന്നായി പ്രാർത്ഥിച്ചൊന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ കാർഡ് നമ്പർ 1 തിരഞ്ഞെടുത്തവർക്ക് ബ്ലെസ്സിങ്സ് എന്നുള്ള എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ മേൽ വരുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ കാർഡ് നമ്പർ 2 തിരഞ്ഞെടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ അബണ്ടൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സമൃദ്ധിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പുരോഗതി നമുക്കവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കാർഡ് നമ്പർ 3 തിരഞ്ഞെടുത്തവർക്ക് ട്രാൻസ്ഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പരിവർത്തനമാണ്, മാറ്റങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതിനൊരു അവസാനം സംഭവിക്കുന്നു. ചില കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ചില കാര്യങ്ങളുടെ ഒരു എൻഡിങ്, ചില കാര്യങ്ങളുടെ ഒരു ബിഗിനിങ് ഒക്കെ നടക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കാർഡ് നമ്പർ 4 തിരഞ്ഞെടുത്തവർക്ക് കിട്ടിയിരിക്കുന്നത് ലവ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം സംഭവിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഒരു പുതിയ പ്രണയം അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ പോകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.